ഏതായാലും ശേഖരിച്ച പണത്തിൻ്റെ തോത് വെച്ചപ്പോൾ 100 വീട് നിർമ്മിച്ച് നൽകാൻ DYFIക്ക് കഴിയും എന്ന നില വന്നു. അതിൽ ഒരു കാര്യത്തെ കലവറയില്ലാതെ അഭിനന്ദിക്കേണ്ടതായിട്ടുണ്ട്. ഈ 100 വീടും നിർമ്മിക്കാൻ ആവശ്യമായ സംഖ്യ DYFI സർക്കാരിനെ ഏൽപ്പിക്കുന്നു. ഇതാണ് നേരത്തെ തന്നെ ഉദ്ദേശിച്ച കാര്യം. അത് ഒരു ശങ്കയുമില്ലാതെ ആദ്യമേ തന്നെ നടപ്പാക്കുന്ന സംഘടനയായി DYFI മാറിയിരിക്കുന്നു. ഇതിനൊരു പ്രത്യേകതയുണ്ട്. ഇപ്പോൾ നമ്മൾ വീടുകൾ നിർമ്മിക്കുമ്പോൾ പൊതുവേ എല്ലാവർക്കും ഒരേ തരത്തിലുള്ള വീടുകളാണ് എന്ന് ഞാൻ പറഞ്ഞു. സ്പോൺസർ ചെയ്യുന്ന വീടുകൾ ഇന്ന വീട് എന്ന തരത്തിൽ കണക്കാക്കാനാവില്ല. കാരണം എല്ലാ വീടുകളും ഒരേപോലെയുള്ളതാണ്. ഏതെങ്കിലും ഒരു പ്രത്യേക വ്യക്തിക്ക് ഒരു സ്പോൺസർ വീട് നൽകുകയല്ല. വയനാട് ദുരന്തത്തിനിരയായ എല്ലാവരെയും ഒരേപോലെ കണ്ടുകൊണ്ട് അവരെ സഹായിക്കുന്നതിനുള്ള സംരംഭമെന്ന നിലക്കാണ് ഇതിനെ നാം കാണേണ്ടത്. ആ നല്ല മനസ്സ് DYFI ഇവിടെ പ്രകടിപ്പിച്ചിരിക്കുന്നു. 100 വീടിനുള്ള കാശ് തരുന്നു. ആ 100 വീട് സർക്കാർ അവർക്ക് നിർമ്മിച്ച് നൽകണം. ഏതെങ്കിലും ഒരു വീട് ചൂണ്ടിക്കാണിച്ച് ഇത് DYFI നൽകിയ വീടാണ് എന്ന് പറയുന്ന നിലയുണ്ടാവില്ല. ആ സൂചന നേരത്തെ സ്വാഗത പ്രസംഗത്തിൽ വ്യക്തമാക്കുന്നത് കണ്ടു. അതുകൊണ്ടാണ് കൂടുതൽ വ്യക്തത ഇരിക്കട്ടെ എന്നുള്ളതുകൊണ്ട് അത് ആവർത്തിച്ച് പറയുന്നത്. അവിടെയുള്ള വീടുകളിൽ 100 വീട് DYFI നൽകിയതാണ്. അതെല്ലാ കാലത്തേക്കും അടയാളപ്പെടുത്തപ്പെടും. എല്ലാ സ്പോൺസർമാരുടേതും അടയാളപ്പെടുത്തപ്പെടും. എല്ലാ സ്പോൺസർമാരുടേതും കൃത്യമായി അടയാളപ്പെടുത്തപ്പെടും. പക്ഷേ ഒരു സ്പോൺസറുടെയും ഇന്ന വീട് എന്ന തരത്തിൽ അടയാളപ്പെടുത്തുന്ന നിലയുണ്ടാവില്ല. ഇതാണ് അവിടെ സംഭവിക്കാൻ പോകുന്നത്. ഇക്കാര്യത്തിൽ മാതൃകാപരമായ ഇടപെടൽ എന്ന് പറയുമ്പോൾ ഇത് മറ്റുള്ളവർക്കും മാതൃകയാക്കാൻ പറ്റുന്ന ഒരിടപെടൽ തന്നെയാണ്. കാരണം ടൗൺഷിപ്പിൻ്റെ ഭാഗമായിട്ടുള്ള നടപടികൾ 27 തുടക്കം കുറിക്കുകയാണ്. ഒരു ചെറിയ ആശങ്ക പൊതുവെ ആളുകളിലുണ്ടായിരുന്നു. അത് ചില നിയമപ്രശ്നങ്ങൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതി പരിശോധിച്ചു കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ആ പരിശോധനയിൽ അതിനിർണായകമായ നിലപാട് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ നിന്ന് എടുത്തു കഴിഞ്ഞിട്ടുണ്ട്. അത് ഈ പറയുന്ന സ്ഥലം ഏറ്റെടുക്കുന്നതിന് ആവശ്യമായി വരുന്ന തുക, ആ തുക ഹൈക്കോടതി രജിസ്ട്രിയിൽ കെട്ടിവെക്കുക. അപ്പോൾ ഹൈക്കോടതി രജിസ്ട്രാറിൻ്റെ അടുത്ത് സർക്കാർ അത് കെട്ടിവെക്കും. അപ്പോൾ അതോടൊപ്പം ഹൈക്കോടതി പറഞ്ഞു, ഈ സ്ഥലം സർക്കാർ ഏറ്റെടുത്തതായി കണക്കാക്കുന്നു. ഈ പണം രജിസ്ട്രിക്ക് കൈമാറുന്നതോടെ അത്
ഏറ്റെടുത്തതായി കണക്കാക്കുന്നു. 27-ാം തീയതി ഇതുമായി ബന്ധപ്പെട്ട മറ്റ് നടപടികളുമായി സർക്കാരിന് മുന്നോട്ട് പോകാം. ചില പ്രശ്നങ്ങൾ അത് ചില സാങ്കേതിക പ്രശ്നങ്ങളാണ്. ആ സാങ്കേതിക പ്രശ്നങ്ങൾ പിന്നീടും ബഹുമാനപ്പെട്ട കോടതിയുടെ പരിശോധനയ്ക്ക് വിധേയമാക്കും. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് സ്ഥലം ഏറ്റെടുക്കുന്നതിനോ ആ സ്ഥലത്ത് നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നതിനോ തടസ്സമില്ല എന്നത് കോടതി വ്യക്തമാക്കി കഴിഞ്ഞു. അപ്പോൾ 27-ാം തീയതി നാം എല്ലാം ആഗ്രഹിക്കുന്ന വിധത്തിൽ വയനാട് ദുരന്തത്തിനിരയായവരെ ചേർത്ത് പിടിക്കുന്ന ആ നിർമ്മാണ പ്രവൃത്തിയുടെ ഉദ്ഘാടനം നിർവഹിക്കാൻ പോവുകയാണ്.